ഞങ്ങളുടെ ഇതിനകത്ത് മുഞ്ചത്തിയാണ് നജീബ്. ഹായ് ഹായ് ഹലോ ഹലോ നജീബ്. നജീബ് ഭായ്, എന്താണ് വിശേഷം? എല്ലാവർക്കും ആലപ്പുഴയിലേക്ക് സ്വാഗതം. അല്ലേ, ഇന്ന് ഞങ്ങളുടെ ചാനലിലേക്കല്ല, ഞങ്ങൾ ആലപ്പുഴയിലേക്കാണ് സ്വാഗതം പറയുന്നത്. ഇന്ന് ഞങ്ങൾ ആലപ്പുഴയിലെ പല പല സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. പല പല സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. ഉമ്മായി വെക്കാൻ സെറ്റ് ആണല്ലോ, രണ്ടും പച്ചയിട്ടോണ്ടിരിക്കുന്നത്. അതൊക്കെ ഞങ്ങളൊക്കെ പച്ച പിടിച്ച ആളുകളാണ്. നീയേ ഉള്ളു ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. വീട്ടിൽ വേറെ ആരാ ഉള്ളത്? ഉള്ളതുങ്ങളെല്ലാം നാട് വിട്ട് പോയി. ലുബിന ഉണ്ടായിരുന്നു, അൻവർ ഉണ്ടായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾ വരുന്നെന്ന് അറിഞ്ഞ് നേരത്തെ നാട് വിട്ടുപോയി. എങ്ങനെയുണ്ട്? ഉമ്മാനെ മാത്രം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ആ ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ പോവുക, ബാക്കിയുള്ളതും കൊണ്ട്. അതാ പറഞ്ഞു, അവര് നാട് വിട്ടുപോയി. എന്ത് ചെയ്യാൻ? പക്ഷെ തല മുഴുവൻ വെള്ളം, മഴ നനഞ്ഞ. ഷംനാത്ത ചിരിക്കുന്നു. ഷംനാത്ത, ഇക്കാക്ക് എന്തുണ്ട് വിശേഷം ചോദിക്കട്ടെ? ഇക്കാക്ക് സുഖമാണോ? ഞാൻ തിരക്കിന്ന് പറഞ്ഞോ? ഞങ്ങളുടെ സലാം പറയിക്കാക്കല്ലേ? പറയണേ. പിന്നെ വേറെ ഷംനാത്ത ഇന്നും ബിരിയാണി. ഷംനാത്തക്ക് പിന്നെ ബിരിയാണിയുടെ ബഹളമാണല്ലോ. ഇതാണ് പിന്നെ കട കഴിക്കാനുണ്ടെന്ന് വരും. നജീബ്, നല്ല മഴയാണ്. ഇവിടെയും ഭയങ്കര മഴയാണ്. എല്ലായിടത്തും മഴ. ഇത്തടെ വീട്ടിലാരുണ്ടാ? പിന്നെ എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? മഴയാന്ന് പറഞ്ഞ എല്ലാരും വീട്ടിൽ ഇരിക്കുകയാണല്ലേ? കണ്ട, ഞങ്ങള് കണ്ട എത്ര വലിയ പേര് മഴയാണെങ്കിൽ വീട്ടിലിരിക്കുന്നില്ല. ഞങ്ങള് കറങ്ങും അല്ലേ? അതാണ് ലൈഫ്. ഞങ്ങള് കറങ്ങി തീർക്കും. കറങ്ങാൻ ആരോഗ്യമുള്ള സമയത്തല്ലേ കറങ്ങാൻ പറ്റത്തുള്ളൂ. ആരോഗ്യം കഴിഞ്ഞാൽ പിന്നെ കറങ്ങാൻ പറ്റുമോ? അയ്യോ ഷംന, നീയോ? ഞാനല്ലേ ഇവനെ പറയുന്നത്. ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. ആ ലോൺ കിട്ടിയ ചുമ്മാ ഒന്ന് അമേരിക്ക വരെ പോയിട്ട് വരാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞങ്ങള് കഞ്ഞിക്കുഴി, എനിക്കറിയാം കഞ്ഞിയാന്ന്. ഞങ്ങള് കഞ്ഞിക്കുഴിയിലാന്ന്. അല്ല, ഇതിനകത്ത് കമന്റ് ഇട്ട. ഓ, നിങ്ങള് പൊക്കോ, ഞങ്ങള് വലിയ ആളുകള്. നമ്മള് പാവങ്ങളല്ലേ ഷംന? നിങ്ങക്ക് കഞ്ഞിക്കുഴിയിലൊക്കെ പോവാലോ. ഞങ്ങളും വൈകുന്നേരം ചങ്ങനാശ്ശേരിക്ക് പോകും, കണ്ടോ അല്ലേ? അൽഹംദുലില്ലാ, സുഖം. ഇന്ന് ഞായറാഴ്ച ആയിട്ട് കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയാ? അതാ കല്യാണ വീട്ടിലാണോ? ഞങ്ങളുടെ ഇവിടെ കല്യാണത്തിന് ഞങ്ങൾ പോയാൽ വൈകുന്നേരം പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി, അതിന്റെ ഫുഡും കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി വീട്ടിൽ വരത്തുള്ളൂ. അതിന് നമ്മുടെ പിന്നെ നമ്മൾ ചെറുക്കൻ കൂട്ടിലാണെങ്കിൽ പിന്നെ പെണ്ണിന്റെ വീട്ടിൽ ചെറുക്കനെ കാണാനും കൂടെ പോകും. രാത്രി 10 മണിയാണ് നമ്മുടെ കല്യാണത്തിന്. അത് തന്നെ, അവരുടെ മണിയേറെ പോയി അവരെ ഉറക്കാതെ കുറച്ച് നേരം ഇരുത്തിയിട്ടും കൂടെ ഞങ്ങൾ വരത്തുള്ളൂ. അങ്ങനെയൊക്കെ ചടങ്ങുണ്ട് ഇവിടെ. അങ്ങനെയാണ് ഇവിടെ കല്യാണം. ആലപ്പുഴയിലെ കല്യാണം എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര കല്യാണമാണ്. ജിയോ മാർട്ടിന്നല്ലേ? പനിയാണ് ബ്രോ, കിടപ്പിലാണോ? മഴ ഞാൻ മൊത്തം എന്റെ തല മുഴുവൻ വെള്ളമാണ്. പിന്നെ കുളിക്കുന്നതല്ലേ, മഴ വെള്ളം വീഴത്തില്ല. പിന്നെ മഴ നനഞ്ഞ് വെള്ളം വീഴും, ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ കുളിച്ചിട്ട് തല കൊടുത്താൽ ഒന്നുമില്ല. കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തേലും പറയാനായിട്ട്. നിങ്ങൾ കഴിച്ച ഫുഡ് പറഞ്ഞു. നജീബായി കഞ്ഞിയാണോ കുടിച്ചത്? പനി ആയതുകൊണ്ട് കഞ്ഞിയായിരുന്നോ? അല്ലല്ല, കഴിച്ചത് ബിരിയാണിയാണ്. സംഭവം പനിയാണെങ്കിലും അല്ലേ ബ്രോ? അല്ല, ഞങ്ങളുടെ ഹാദി കഞ്ഞിക്കുഴിയില്ല. അപ്പൊ നിങ്ങള് കഞ്ഞി കുടിച്ചെങ്കിൽ ഹാദിക്ക് ഒരു കൂട്ടം. ഹാദി കഞ്ഞിക്കുഴിയിലാന്ന് പറഞ്ഞാൽ കുഴിയിലിരുന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നല്ല പറഞ്ഞത്, കഞ്ഞിക്കുഴി സ്ഥലത്തായെന്നാ പറഞ്ഞത്. അവര് എറണാകുളം പോവാം. അവര് എറണാകുളം കൊച്ചിക്ക് പോവാണേ. കഞ്ഞിയും കുഴിയൊക്കെ ഉണ്ടല്ലോ കൂട്ടത്തില്. അതാണ് കൊച്ചിക്ക് പോയ പിള്ളേരൊക്കെ കൊച്ചി കണ്ടിട്ട് വരട്ടെ. നമുക്ക് പോവാ. എന്തുവാ അച്ചി, നിങ്ങൾ പോയി കൊച്ചി കണ്ടായിരുന്നു? ഞാൻ കാണാത്തോണ്ടല്ലേ നിന്നെ കൊണ്ട് നടക്കുന്നത്. അത് തന്നെ, കൊല്ലത്ത് പോവാണെങ്കിൽ ഇങ്ങോട്ട്. കൊച്ചി കണ്ടവന് അച്ഛൻ വേണം. അച്ഛനല്ല കൊച്ചി കണ്ടവർക്ക് അച്ഛൻ വേണ്ടെന്ന് പറയാത്തത്. ഈ പെണ്ണുങ്ങളെ മാത്രം താത്തിക്കെട്ടി പറയുന്ന ഡയലോഗ്. അച്ഛനെല്ലാരും കെട്ടിച്ചിടുന്നവർ അച്ഛനെ വേണം എല്ലാവർക്കും. അതാ പറഞ്ഞത്. അതെന്താ അങ്ങനത്തെ മാത്രം ഡയലോഗ്? ഇവള് പഴഞ്ചൊല്ലും മാറ്റും നാടിന്റെ സഞ്ചാരികതയാണ്. ആണുങ്ങൾ വൃത്തികെട്ടവരാണെന്നല്ലേ? അതാണ്